ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് കണ്ണൂർക്ക് പോകാനായിട്ട് എന്റെ ലൈഫിൽ ഒരുപാട് വർഷത്തെ ആഗ്രഹമാണ് കണ്ണൂർക്ക് പോകണം. വേറെ ഒന്നല്ല, പറശ്ശിനിക്കടവ് പോകാനാണ്. നമ്മളിങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയുമെങ്കിൽ പോലും നമ്മളിങ്ങനെ കാര്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. അതായത് ഇന്ന മാസം പോയാലോ ഇന്ന ഡേറ്റിൽ പോയാലോ എന്നൊന്നും. അപ്പൊ വർക്കിന് പോകുന്ന സമയത്തും ഞാനിങ്ങനെ കണ്ണൂരിൽ നിന്ന് തന്നെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ചോദിക്കും. അപ്പൊ നമ്മൾ കുറച്ച് ഗേൾസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയാലോ എന്നൊക്കെ പറയുമെങ്കിൽ പോലും നമ്മൾ സീരിയസ് ആയിട്ട് എടുത്ത് ആരും ഇതിനെ കണ്ടിട്ടില്ല. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു കേട്ടോ പോവാന്ന്. അങ്ങനെ നമ്മൾ വന്ദേ ഭാരതിനായിട്ടാ പോണത്. അപ്പൊ അതിന്റെ ചെറിയൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കാരണം ഫസ്റ്റ് ടൈമാണ് പോണത്. അങ്ങനെ ലോങ് ഡ്രൈവ്, ഇങ്ങനെ ലോങ് ഒക്കെ പോകാനായിട്ട് എനിക്ക് ഒട്ടും താല്പര്യം ഇല്ലാത്ത ഒരാളാണ്. വേറെ ഒന്നുമില്ല, ഞാൻ നിങ്ങളോട് പല പ്രാവശ്യമായിട്ട് ഇപ്പൊ ലൈവിലായാലും വേറെ വീഡിയോസിലൊക്കെ ആയിട്ടാലും പറഞ്ഞിട്ടുണ്ടാവും. ഞാനിങ്ങനെ 10+1+2 അങ്ങനെ കുഞ്ഞു കുഞ്ഞു ട്രിപ്പുകൾ പോലും പോവാതെ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഫാമിലി വെച്ചൊന്നും നമ്മളങ്ങനെ ട്രിപ്പൊന്നും പോവാതെ വന്നൊരു സാഹചര്യം ആയതുകൊണ്ടാണ് തോന്നുന്നത് ഇപ്പൊ ഏതൊക്കെ വണ്ടിക്ക് പോയാലും എങ്ങനെയൊക്കെ പോയാലും എനിക്ക് വയ്യാതെയാവും. അപ്പൊ അതിന്റെയൊക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്, പിന്നെ എനിക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഫുഡൊന്നും സെറ്റ് ആവാത്തത് കൊണ്ടൊക്കെ എനിക്ക് ഭയങ്കര മടിയുള്ള ഒരാളാട്ടാ. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് എന്താന്ന് അറിയാൻ പാടില്ല, ഒരു ക്ഷീണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. ഭയങ്കര ഹാപ്പി ആയിട്ട് പോകാൻ പറ്റി. നമുക്ക് അവിടെ ചെല്ലുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരിക്കും എന്നൊരു ക്യൂരിയോസിറ്റി എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇഡ്ഡലി ആയിട്ടില്ല കേട്ടോ, സോറി, ഇടിയപ്പമാണ് കിട്ടിയത്. ഞാൻ തെറ്റിപ്പോണം. 3 ഇടിയപ്പം, പിന്നെ മുട്ടക്കറി, പിന്നെ ഒരു ഉഴുന്നുവട, ഒരു കേക്ക്, ഇത്ര സാധനങ്ങൾ. പിന്നെ ചായ ആണെങ്കിൽ എനിക്ക് മസാല കോഫിയ, മസാല ടീയ അത്തേറ്റ കിട്ടിയത്. ഞാൻ അതൊന്നും കഴിച്ചില്ല. കഴിക്കാന്ന് പറഞ്ഞില്ല, റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചു. കാരണം കഴിക്കാത്ത സാധനങ്ങൾ കഴിക്കാൻ ഒരു മടി, പേടി, ലോകത്ത് പോണാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചൂടുവെള്ളം മാത്രമേ കുടിച്ചുള്ളൂ. പിന്നെ അതുപോലെ ഇടിയപ്പവും ഞാൻ കഴിച്ചില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ചില്ല. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എപ്പോഴും 3 നേരം 4 നേരം കഴിച്ചാലും ചോറ് മാത്രം കഴിക്കുന്ന ഒരാളാണ്. എന്തൊക്കെ വന്നാലും എനിക്ക് രാവിലെ ചോറ് കഴിക്കണം എന്നുള്ള കാര്യങ്ങൾ നിർബന്ധമുള്ള ഒരാളാണ്. അപ്പൊ അതിന്റെ ഒരു ഇത് കൊണ്ടിട്ട് ഞാൻ ഇടിയപ്പം ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് കഴിച്ചില്ലായിരുന്നു കേട്ടോ. ഫുഡ് എങ്ങനെ മര്യാദക്ക് കഴിക്കാത്തതിന്റെ ബുദ്ധിമുട്ടൊക്കെ എനിക്ക് പിന്നെയാണ് നല്ല രീതിക്ക് മനസ്സിലാവാൻ തുടങ്ങിയത്. കാരണം നമ്മൾ പിന്നെ കൊട്ടിയൂർക്ക് പോകാൻ, അമ്പലത്തിൽ പോകാനുള്ളത് കൊണ്ട് തന്നെ ഫുഡൊന്നും ഞാൻ അങ്ങനെ കഴിച്ചില്ല. അപ്പൊ അതിന്റേതായ നയ്യായികളൊക്കെ അടുത്തുള്ള ആളുകളാണ് നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് പറയാട്ടാ. പിന്നെന്ന് വെച്ചാൽ ഉഴുന്നോടെയൊക്കെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതെനിക്ക് ഒരുമാതിരി ഭയങ്കര ഒരു ഉഴുന്നിന്റെ ടേസ്റ്റ് എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് വെന്തിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ കേക്ക് ഒന്നും പറയാനില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് എന്ത് കേക്കാണെന്ന് തോന്നുന്നത് എനിക്കറിയാൻ പാടില്ല. പക്ഷെ അത് 2 കിട്ടിയത് ഞാൻ പകുതി വെച്ച് എങ്ങനെ വന്നാലും ഒരെണ്ണം കഴിച്ചെന്ന് പറയാം. അപ്പൊ അങ്ങനെ കേട്ടാ. പിന്നെ പോണ വഴിക്ക് മൊത്തം ഞാൻ ടെൻഷൻ ഇതന്നെ പറഞ്ഞോണ്ടിരിക്കുക. വേറെ ഒന്നുമല്ല കേട്ടോ. വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിന്റെ ഒരു ടെൻഷൻ എനിക്ക് തോന്നണം. ഇപ്പൊ ഞാൻ പണിയൊക്കെ കൂടി നിർത്തി വീട്ടിൽ അങ്ങനെ ഇരുന്നു. ഇപ്പൊ ഒന്നും കൂടി വീട്ടുകാരായിട്ട് കണക്ഷൻ കൂടി പോയോ എന്നൊരു സംശയം. വേറെ ഒന്നുമില്ല. ഇപ്പൊ വീഡിയോസിന്റെ ആവശ്യങ്ങൾക്കായാൽ പോലും ഞാൻ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എങ്ങനെയാലും വീട്ടിൽ തിരിച്ചെത്തണം, വൈകുന്നേരം വീട്ടിൽ പോകണം, ഈ ഒരു ചിന്ത മാത്രമല്ല കേട്ടോ എനിക്ക്. അപ്പൊ അതുകൊണ്ടും ഒരു ദിവസം മാറി നിൽക്കണമല്ലോ എന്നുള്ള വേവലാതി എനിക്കുണ്ട്. ഞാൻ അതൊക്കെ ഓർത്തിട്ടിരുന്ന് കരഞ്ഞ് അങ്ങനത്തെ കുറച്ച് സമയങ്ങളൊക്കെ കളഞ്ഞിട്ടാ. പിന്നെ അടുത്ത സമയം കളഞ്ഞ് നമ്മൾ സിനിമ കണ്ടിട്ടാ. ഭഗത് ഫാസിലിന്റെ ഭയങ്കര ഡയാൾ ഫാനാണെന്ന് പറയുമെങ്കിലും മിക്ക സിനിമകളും സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു റീല് കാണാൻ ഇടയായത് കൊണ്ട് ഞാനിങ്ങനെ യൂട്യൂബിൽ നോക്കി. അപ്പൊ അതിരൻ യൂട്യൂബിൽ കിട്ടാൻ കാരണമായിട്ട് കണ്ടത്. കാരണം ഞാൻ അങ്ങനെ ഇറങ്ങുന്ന സിനിമ പോയി കാണാം, അല്ലെങ്കിൽ ടെലഗ്രാമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കാണാം, അങ്ങനെ ഒരാളല്ല. സോ യൂട്യൂബിൽ ഇരിക്കുന്ന കുറെ മലയാളം പഴയ പടങ്ങൾ, തമിഴ് പടങ്ങൾ, നമ്മൾ ഇതുവരെ കാണാത്ത, ചിലപ്പോൾ പാട്ടൊക്കെ മാത്രമേ നമുക്കറിയാം, അങ്ങനെയുള്ള പടങ്ങളൊക്കെ കാണുന്ന ഒരാളാട്ടാ. അല്ലെങ്കിൽ പിന്നെ അതിൽ എക്സ്പ്ലനേഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇതിരുന്ന് കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പുറത്തെ കാഴ്ചകളൊക്കെ ഞാൻ വളരെ കുറച്ച് മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. വേറെ ഒന്നുമില്ല. ഞാൻ ഇങ്ങനെ ഇരുന്ന് കാണുമ്പോഴേക്കും ഓരോ സ്ഥലം ഞാൻ വായുമ്പോൾ അങ്ങോട്ട് നോക്കിയിരിക്കുന്നത്. ഇടയ്ക്ക് വീഡിയോസ് എടുക്കാൻ മറന്നു കേട്ടാ. പക്ഷെ ഈ സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗി. ഇടയ്ക്ക് ഓരോ പോസ്റ്റേഴ്സ് കയറുന്നുണ്ട്. പിന്നെ ആ വൈറ്റ് ലൈൻ എനിക്ക് തോന്നുന്നു അതിലാ ഗ്ലാസിന്റെ അടുത്ത് എനിക്ക് നിരാശ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് വിൻഡോ സൈഡ് അല്ലായിരുന്നു. അപ്പൊ അതിന്റെ ചെറിയൊരു നിരാശ എനിക്ക് ആദ്യം തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു വീഡിയോയിൽ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് ഇടക്കിടക്ക് വിശപ്പോന്നുകൊണ്ട് ഇത് നല്ലൊരു കൊറിയൻ ബിങ്കോത് നല്ലൊരു സാധനമായിരുന്നു. ഒരുമാതിരി ടേസ്റ്റ്, നല്ലൊരു ഒട്ടും കഴിക്കാൻ പറ്റിയ സാധനമല്ല. എന്നാലും എനിക്ക് എന്തോ അത്ര ലൈക്ക് ആയില്ല. പക്ഷെ ഞാൻ മടപടാന്ന് അടിച്ചിട്ട് അതിന് ശേഷം ഞാൻ ടോയ്ലറ്റിൽ പോയി കഴിച്ചു. യൂറിൻ പാസ് ചെയ്യാൻ. ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ട്രെയിനിലൊക്കെ പോണത്. എനിക്ക് അമ്മച്ചി പേടിയായിട്ടാണ് അവിടെ തള്ളിപ്പിടിച്ചിരിക്കണത്. ഒരു കണക്കിനാണ് ഞാൻ തിരിച്ച് അങ്ങോട്ട് നടന്നത് തന്നെ പേടിച്ച് വരത്ത്. പക്ഷെ ഈ ഒരു വീഡിയോയിൽ അത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവുന്നുണ്ടോന്ന് അറിയില്ല. പക്ഷെ സത്യം പറഞ്ഞ എന്റെ ജീവനെടുത്ത് ഞാൻ കയ്യിൽ പിടിച്ചാണ് എന്റെ വീട്ടിലേക്ക് നടന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറിച്ച് പുറത്തെ കാഴ്ചകളെടുത്ത് എങ്ങനെയും നമുക്ക് വീഡിയോ അങ്ങോട്ട് ഒപ്പിക്കണമല്ലോ, ഒപ്പിക്കാനുള്ള പെടാപ്പാടിലാണ്.
അപ്പൊ എനിക്ക് ഞാൻ വിചാരിച്ചു ആദ്യം വല്ല ബാക്ക്ഗ്രൗണ്ടിലൊന്നും മ്യൂസിക് ഇട്ടാണ്, വേണ്ട എന്തിനാണ് അത്ര പാടുക, നിങ്ങൾക്ക് എന്റെ സംസാരം കേട്ടാ പോരെ. അപ്പൊ നമ്മ കണ്ണൂർ എത്തി. കണ്ണൂർ തിരിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഫേസ് അത്ര ഡയലോഗ് കാണിക്കണ്ടെന്ന് വിചാരിച്ചു കറക്റ്റ് ആയിട്ട് കാണിച്ചു. പിന്നെ അവിടെ ചെന്നപ്പോഴേക്കൊക്കെ ഓട്ടോ ആയിരുന്നു കേട്ടോ, അവരെന്നെ ഓരോ ഓട്ടോ വിളിച്ചു വരും. അപ്പൊ അങ്ങനെ ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നില്ല, ഞാൻ ടിക്കറ്റ് എടുക്കണോന്ന്. അങ്ങനെ നേരെ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്ത റൂമിലേക്ക് പോയി. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇതേ ഭ്രാന്തനാല്, ആ പേര് പോലെ തന്നെ നല്ല ഗ്രാൻഡ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം വീഡിയോസ് ഒക്കെ എടുത്തിട്ട റീൽ എടുക്കണോന്നൊക്കെ ചോദിച്ചിട്ട് നടപടിയായില്ല. പിന്നെ അകത്ത് ചെന്നിട്ടും കുറച്ചെടുത്ത്. അതെന്താ വെച്ചാൽ നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് സമയം എടുത്തായിരുന്നു. അന്ന് അത്ര വലിയ സമയമല്ല, നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് എടുത്ത ഒരു വിഷ്വലൊക്കെ ആയിട്ട് ഇത് നല്ല സെറ്റപ്പായിരുന്നു കേട്ടോ. ഉള്ളിൽ തന്നെ നല്ല നല്ല റെസ്റ്റോറന്റ്, ഈ സാധനം കണ്ട നല്ല അടിപൊളി കേക്ക് ഇരിപ്പുണ്ട്. പക്ഷെ നമ്മുടെ കണ്ടാ മതി, കാരണം എന്താ നമ്മളതിൽ പണമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു റൂമിൽ ചെന്ന റൂം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ്. നമ്മളിവിടെ എത്തുമ്പോ തന്നെ ഒരു 1:30 ആയെന്ന് എനിക്ക് തോന്നണേ. അത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഇനി 2 മണിയാകുമ്പോൾ റെഡിയായി പോകണം. എന്നാൽ പോലും ഇത്ര ദുർബിടിച്ച് സമയമില്ലെന്ന് പറഞ്ഞ പോയ ഞാനാണ്. ആ നോക്കുമ്പോൾ ചുറ്റും പുറവും ബാത്റൂമിലും അവിടെ ഇവിടെയൊക്കെ മിറർ എന്താ പിന്നെ ഫോട്ടോ വീഡിയോ എന്തായാലും എടുക്കണല്ലാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒത്തിരി വിട്ടോടെ കുറെ സമയം കളഞ്ഞു. കുറെ സമയം കളഞ്ഞു കുറെ ഫോട്ടോ എടുത്ത് കുറെ വീഡിയോ എടുത്ത് ബാത്റൂമൊക്കെ എടുത്തിട്ട് ഇഷ്ടപ്പെട്ട്. എന്ത് ചെയ്യാ, കാണാത്തവര് കാണുമ്പോൾ ഉള്ളൊരു ആ ഒരു എന്തോ ഒരു പൊലിവ്, അതൊക്കെ തന്നെ. അങ്ങനെ അത്യാവശ്യം കുറെ വീഡിയോസ് ഒക്കെ എടുത്ത് പിന്നെ എന്തെങ്കിലും കർട്ടൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറെ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒക്കെ റൂമിലൊക്കെയാണ് ഇങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ കണ്ടിട്ടുള്ളൂ. ഈ ഒരു കളർ കർട്ടൻ, അതിന്റെ ഉള്ളിൽ വൈറ്റ് കളറിലെ കർട്ടൻ. എന്താണ് പ്രകാശനം പരക്കണായിരുന്നു. അപ്പൊ പിന്നെ ഞാനും വിചാരിച്ചൊരു വീഡിയോ എടുക്കാതെ, പക്ഷെ ഞാൻ എടുത്തത് കൊണ്ടാണോ എനിക്കറിയാൻ പാടില്ല, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അതിന് ശേഷം ഇപ്പോൾ ചായ ഇടാനുള്ള സെറ്റപ്പ് ഉണ്ട്, ചായ ഇട്ട് കാപ്പി ഉണ്ട്. എന്നാ പിന്നെ രണ്ടിടാന്ന് വിചാരിച്ച്. എനിക്ക് ഇതില് വലിയ പരിപാടിയൊന്നും അറിയില്ലെങ്കിൽ പോലും വെറുതെ എന്തെങ്കിലുമൊക്കെ എടുക്കണ്ടേ വിചാരിച്ച് എടുത്തതാട്ടോ. പക്ഷെ അത് പണി പാളിപ്പോയി ഗൈസ്. കാരണം ഈ പാൽപ്പൊടി വെച്ചിട്ടുള്ള സാധനം, ഞാൻ പാൽച്ചായ കുടിക്കാറില്ല, കട്ടൻ മാത്രം, അല്ലെങ്കിൽ ലെമൺ ടീ. പക്ഷെ എന്നാലൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചിട്ട് എനിക്കെന്തോ ഈ ഞാൻ ഉണ്ടാക്കി ശരിയുള്ളതുകൊണ്ടാണ് ഈ പാൽപ്പൊടി എടുക്കുന്ന കട്ട പോലെയൊക്കെ വന്ന് കിടക്കണ്ടായി. അങ്ങനെ എന്തൊക്കെയോ വ്ളോഗിൽ പറയണ്ട്, പക്ഷെ അത് എനിക്ക് തന്നെ അറിയില്ലാത്തതുകൊണ്ടാട്ടോ ഞാൻ ആ വോയിസ് കൊടുക്കാത്തത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പോയി കിടക്കൊണ്ട് ജസ്റ്റ് എനിക്കിങ്ങനെ ടേസ്റ്റ് പോലും ചെയ്തത് എനിക്കറിയാൻ പാടില്ല. ഞാനെന്റെ കമ്മത്തിക്കളഞ്ഞ് കഴുകി വെക്കേണ്ട അവസ്ഥയായിരുന്നു കേട്ടാ. പിന്നെ ഇത് കണ്ട, ഞാൻ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അത് അടക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടാ, വിവരമില്ലാത്ത കുട്ടിയേഷൻ വെക്കണം. അപ്പൊ ഞാൻ ഈ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പോഴേക്കാണ് ഗ്ലാസ്സിൽ ഞാൻ ഒരുമാതിരി നമ്മളിങ്ങനെ ഒരു ഓയിലൊക്കെ പോലെ, എനിക്കറിയില്ല കേട്ടോ, അത് എന്തെങ്കിലും ഉണ്ടായിട്ടാണോ എന്തെങ്കിലും ഇല്ല അങ്ങനത്താണോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഞാനത് കളയാനും വേറെ വെള്ളം എടുക്കാനോ തിളപ്പിക്കാനോ ഒന്നിനും നിന്നില്ല, നമുക്ക് പണിയെടുക്കാൻ വയ്യല്ലോ. ഏത് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ആണെന്നുള്ള മടി അങ്ങനെ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറ്റേ ഒന്നും നോക്കില്ല, അതിലേക്ക് തന്നെ അങ്ങോട്ട് ഇട്ട് നമ്മുടെ അമൂലിന്റെ പാൽപ്പൊടി 2 പാക്കറ്റ് പൊട്ടിച്ച് അതിലേക്ക് ഇട്ട് ആ പൊട്ടിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ആ പാൽപ്പൊടി മുഖത്തേക്ക് തെറിച്ചു. ഡൗട്ടല്ല, തെറിച്ച് മുഖ കൂടി എണ്ണാക്കി ഒരു എത്തിയില്ല ഭാഗ്യത്തിന്. അത് ഞാൻ വേഗം തൂത്തളഞ്ഞിട്ട് അതിൽ കൊണ്ടിട്ട് പിന്നെ ഒരെണ്ണത്തില് ചായ കലക്കി, ഒരെണ്ണത്തില് എന്തെന്നാണ് കോഫി കലക്കി. ഉണ്ടോന്നൊക്കെ കുടിച്ചില്ലല്ലോ, അതുകൊണ്ട് അറിയില്ല. അപ്പൊ അങ്ങനെ പിന്നെ വെറുതെ വീഡിയോ എടുത്താ. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. നമുക്ക് ഇപ്പൊ തന്നെ 2 മണിയായി. അപ്പൊ ഈ 2 മണിക്കുള്ളിൽ റെഡി ആയി കഴിഞ്ഞാലാണ്, അല്ലെങ്കിൽ പോയി കുളിച്ചാലാണ് നമുക്ക് അവിടെ നിന്ന് ചുമന്നുകൊണ്ട് വന്നേക്കണ സാരി എങ്ങനെയും ചുറ്റി കൊട്ടിയൂർക്ക് പോകാൻ പറ്റുള്ളൂ. കൊട്ടിയൂർക്ക് നമുക്ക് ഇവിടെ നിന്ന് എനിക്ക് പോകണം എങ്ങനെ നല്ല 3 മണിക്കൂറെങ്കിലും ട്രാവൽ ഉണ്ട്, 2 ബസ്സിന്റെ കാരണം. അതിന്റെ ഇടയ്ക്ക് ഓട്ടോ പിടിക്കണം. അപ്പൊ കൊട്ടിയൂരുള്ള വിശേഷങ്ങൾ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ ബൈ.